ആരാത്? ഞാനാ മായ. മായ കുട്ടിയാണല്ലോ അത്. എന്താ കുട്ടി? എന്താ? മോളിൽ ഒറ്റയ്ക്ക് കിടന്നിട്ട് പേടിയാവുന്നു. അയ്യോ, അകത്തേക്ക് വരൂ. വരൂ കുട്ടി. വരൂ. ഇവിടെ കിടന്നോളൂ. വേണ്ട, ഞാൻ താഴെ കിടന്നോളൂ. ഇവിടെ കിടന്നോളൂന്നേ. സാരില്ല മാഷേ, കട്ടില് ലേശം. പുതയ്ക്കണോ? വേണ്ട. സമയം എത്രയായി? ഈ കുട്ടിയെ കാണാനില്ലല്ലോ. നേരം കുറെ ആയി. ദേ, ഇപ്പൊ ഒന്നും പറയാൻ പോണ്ട. ഞങ്ങളെ ആകെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ മായമ്മേ നീയെ. സമയം എത്രയെന്നറിയോ? എന്താ ഇത്ര വൈകിയേ? സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരുന്നു. എന്തിന്റെ സ്പെഷ്യൽ ക്ലാസ് ആയിരുന്നു കുട്ടിക്ക്? ഇംഗ്ലീഷിന്റെ. ആരാ? ആ പ്രൊഫസർ ജോസഫാ? അയാളെ ചെയ്യൂ ഇതൊക്കെ. അവനവന്റെ മക്കള് സ്കൂളിലും കോളേജിലും പോയിട്ട് കൃത്യസമയത്ത് മടങ്ങി വരാണ്ടാവുമ്പോ വീട്ടിലിരിക്കുന്ന അച്ഛന്റെ അമ്മയുടെ വേവലാതി വല്ലതും അവർക്കറിയണോ? പണ്ട് ഞാൻ സ്കൂൾ വിട്ട് വരാനെങ്ങാനും വൈകിയ വഴിയിലേക്ക് കണ്ണും നട്ട് വെയിലിക്കൽ വന്ന് നിൽക്കുമായിരുന്നു എൻ്റെ അമ്മ. നിങ്ങൾ ഇന്നലെ കടവിൽ കാത്തു നിൽക്കണ കണ്ടപ്പോ എനിക്കതാ ഓർമ്മ വന്നത്. അമ്മയെന്നൊന്ന് വിളിച്ചോട്ടെ. മായമ്മ എന്നോട് ചോദിച്ചു കേട്ടോ മാഷ്? എന്തേ? എന്നെ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്ന്. ആ സത്യം. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു?
എനിക്ക് ചങ്ക് പഠിച്ചു പോയി. ടീച്ചറെ അമ്മാന്ന് വിളിക്കുമ്പോ എന്നെ എന്താ വിളിക്ക? അച്ഛാന്നോ? വിളിക്കോ? വിളിക്കായിരിക്കില്ലേ? രാമുണ്ണി മാഷല്ലേ? അതെ. മായ ഇവിടെയല്ലേ താമസം? രാമുണ്ണി മാഷ് ഞാൻ തന്നെയാ. മായ ഇവിടെ താമസിക്കുന്നതും. എന്തേ? മായയെ ഒന്ന് കാണണമായിരുന്നു. ആരാ? മനസ്സിലായില്ല. എന്റെ പേര് രവി എന്നാണ്. അതല്ല ചോദ്യം, മായയുടെ ആരാന്നാ? ഞങ്ങള് തമ്മിൽ അറിയും, ഫ്രണ്ട്സാണ്. ഓഹോ. കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികള് വീട് വിട്ട് അന്യനാട്ടിൽ വന്ന് താമസിക്കുമ്പോ ഇതുപോലെ ചിലരുടെ എഴുന്നള്ളത്തുണ്ടാവാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. പണ്ടെങ്ങോ കണ്ടിട്ടുണ്ടെന്നോ ഒന്നര വാക്ക് മിണ്ടിയിട്ടുണ്ടെന്നോ ഒക്കെ പറഞ്ഞ് ഇപ്പോഴാ നേരിട്ട് അനുഭവപ്പെടണത്. എന്താ പേരെന്ന് പറഞ്ഞത്? രവി. ആ, അതെന്തെങ്കിലും ആയിക്കോട്ടെ. കേക്കുക, ഇതേ ഞാനും എന്റെ ഭാര്യയും കൂടെ താമസിക്കുന്ന വീടാ. ഇവിടെ നടക്കില്ല. നടക്കില്ല എന്ന് പറഞ്ഞാൽ തീരെ നടക്കില്ല. വന്നതോ വന്നു, ഇനി ഈ വഴിക്ക് വരാണ്ടിരിക്കുന്നതാ ഭംഗി. അല്ല മാഷെ, ഞാൻ വേണ്ട, അധികം വിസ്തരിക്കണമെന്നില്ല. വേറെ വിശേഷം വല്ലതും പറയാനുണ്ടോ? ഇല്ലല്ലോ. വീട്ടിൽ വന്ന് കയറുന്നവരോട് ഇറങ്ങിപ്പോവുക എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. പരിചയിച്ചു പോയ ഒരു സംസ്കാരത്തിന് തകരാറാ. അത് മനസ്സിലാക്കി പ്രവർത്തിക്കുന്നതാണ് അതിന്റെ ഒരു മര്യാദ. സോറി. ഇത്രയും കടുപ്പിച്ച് പറയേണ്ടിയിരുന്നോ? ഇല്ല, വിളിച്ചകത്ത് കയറ്റിയെടുത്ത് വിസറിയെടുത്ത് വീശി കൊടുക്കാം. നോക്ക്, ആണുങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിഷയം ഇത്. അയാളുടെ ഒരു വരവും മുഖത്ത് നോക്കൊണ്ട് ചോദ്യവും കണ്ടപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ കുട്ടി കോളേജിൽ നിങ്ങൾ വരട്ടെ. വെറുതെ അതുവിധം പറയാനും ബഹളം കൂട്ടാനും ഒന്നും നിൽക്കണ്ട. ടീച്ചർ ഇടപെടേണ്ട വിഷയമല്ല ഇത്. പെണ്ണുങ്ങൾക്ക് പെണ്ണുങ്ങളോട് അലിവേ തോന്നൂ. ഇതൊക്കെ മുളയിലെ നുള്ളിക്കളയണം. അതിങ്ങോട്ട് വിട്ടേക്ക്.
എന്താ കുട്ടി ഇത്? കാര്യം പറയുമ്പോ എന്തിനാ കരയണത്? കരയാണ്ടിരിക്കുന്നു. അത് ഞാൻ ഒന്നും ചെയ്തിട്ടല്ല, ഒന്ന് ഗുണദോഷിച്ചു അത്രേ ഉള്ളൂ. കൈകാര്യം ചെയ്തോളാന്ന് പറഞ്ഞപ്പോഴേ ഞാൻ കരുതിയതാ. വാ. എന്തെങ്കിലും ചോദിച്ചാ രണ്ടാമതൊരു വാക്ക് പറയുന്നതിന് മുമ്പ് കരയുക. അത് ഈ വർഗത്തിന്റെ മുഴുവൻ സ്വഭാവ. മായമ്മയോട് ഞാൻ കാര്യങ്ങൾ വിശദമായിട്ട് ചോദിച്ചു. നമ്മൾ വിചാരിക്കുന്ന പോലൊന്നും അല്ല. പിന്നെ 4-5 കൊല്ലമായിട്ടുള്ള ബന്ധാണ്. അച്ഛൻ തിരുമേനിക്ക് ഏതാണ്ടൊക്കെ ഊഹം കിട്ടിയിട്ടുണ്ടത്രേ. അതാണ് പോലും ഇത്രയും ദൂരെ പഠിപ്പിക്കാൻ കൊണ്ടാക്കിയത്. അതെയോ? ആ. എന്നിട്ടെന്താ? നല്ല ധൈര്യം ഉണ്ടാ കുട്ടിക്ക്. നമ്മളെ പോലൊന്നുമല്ല. ജീവിക്കാന്ന് വെച്ചാ ആരെതിർത്താലും വേണ്ടില്ല, ഒരുമിച്ചേ ഉള്ളൂന്നാ. എന്നിട്ട് ടീച്ചർ എന്ത് പറഞ്ഞു? എന്ത് പറയാനാ, നാളെ കോളേജ് വിട്ട് വരുമ്പോ രവിയും കൂട്ടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. അയാളെ കൂട്ടി ഇങ്ങോട്ട് വരികയെ? പിന്നല്ലാണ്ട്. മാഷ് വേണം അയാളുടെ മനസ്സിലിരിപ്പ് എന്താണെന്ന് വിശദമായിട്ട് ചോദിച്ചറിയാൻ. ഞാനോ?